ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനം അനിശ്ചിതത്വത്തിൽ. സർവകലാശാലകളിലെ വിസി നിയമന നടപടികളുടെ ഭാഗമായ സെർച്ച് കമ്മിറ്റികളിലേക്ക് പ്രതിനിധികളെ നൽകാതെ സർവകലാശാലകൾ. CPM പ്രതിഷേധ നിലപാട് തുടരുന്നതിനിടെ ഗവർണർ ഇന്ന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരുടെ നിയമനം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് സർവകലാശാല നോമിനികളെ ഗവർണർ ആവശ്യപ്പെട്ടത്. താൽക്കാലിക വിസിമാർ തുടരുന്ന 9 സർവകലാശാലകൾക്ക് അന്ത്യശാസനം നൽകിയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ പ്രതിനിധികളെ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. എന്നാൽ സെനറ്റ് യോഗം ചേർന്ന് പ്രതിനിധികളെ നൽകുന്നതിൽ സർവകലാശാലകൾ മെല്ലെപ്പോക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെനറ്റ് യോഗം ചേർന്ന കാർഷിക, കേരള സർവകലാശാലകൾ പ്രതിനിധികളെ നൽകിയില്ല. പ്രതിനിധികളെ തീരുമാനിക്കാനാകാതെ യോഗം അലങ്കോലപ്പെടുകയായിരുന്നു. നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കവേ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗം വിളിച്ചു ചേർത്തത് ചട്ടവിരുദ്ധമാണെന്ന പ്രമേയം പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കേരള സർവകലാശാല പാസാക്കുകയായിരുന്നു. കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. യോഗ വിവരം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് VC പ്രത്യേകം തയ്യാറാക്കി ചാൻസലർ കൂടിയായ ഗവർണറെ ഇന്ന് അറിയിച്ചേക്കും. മന്ത്രി അംഗീകാരം നൽകിയ പ്രമേയത്തിന്റെ നിയമസാധുത പരിശോധിച്ച് അതും ഗവർണർക്ക് നൽകും. ഇന്ന് തലസ്ഥാനത്തെത്തുന്ന ഗവർണർ VC നിയമനത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ജനം, തിരുവനന്തപുരം.